ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് HW16 എന്ന് പറഞ്ഞ സ്മാർട്ട് വാച്ചാണ്. ഇതാണ് വാച്ചിൻ്റെ ബോക്സ്. ഇതിൽ HW16 എഴുതിയിട്ടുണ്ട്. പിന്നെ വാച്ചിൻ്റെ കളർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വാച്ചിൻ്റെ 2 ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേറൊന്നും ഇവിടെ മെൻഷൻ ചെയ്തിട്ട് കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഈ വാച്ച് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തുറന്നപ്പോൾ തന്നെ ഒരു വാറൻറ്റി കാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഡിവൈസിന് ഫസ്റ്റ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഈ ബോക്സ് ഒന്ന് തുറക്കാം. അപ്പോൾ അതിൻ്റെ താഴെയുള്ളത് സ്ട്രാപ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കാറ്റലോഗ് ഉണ്ട്, വാച്ചിൻ്റെ കാറ്റലോഗ് ഉണ്ട്. പിന്നെ ഒരു മാഗ്നറ്റിക്കിൻ്റെ ഒരു ചാർജറും കൂടി ഉണ്ട്. പിന്നെ സ്ട്രാപ്പ് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി സാധനം തന്നെയാണ് സ്ട്രാപ്പ് ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ലഭിച്ചത്. അപ്പോൾ വാച്ച് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മളെ വാച്ച്. നല്ല ഫിനിഷോട് കൂടിയിട്ടുള്ള നല്ലൊരു വാച്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വാച്ചിൻ്റെ സൈഡ് ഭാഗം നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു മൈക്ക് പോയിൻ്റ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചാർജിങ്ങിൻ്റെ പോയിന്റ് കാണാം. മാഗ്നറ്റിക്കിൻ്റെ ചാർജിൻ്റെ പോയിന്റ് നമുക്കത് കാണാൻ പറ്റും. പിന്നെ സെൻസർ ഉണ്ട്. അതുപോലെ തന്നെ സൈഡിൽ നോക്കുകയാണെങ്കിൽ 2 സ്പീക്കർ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വാച്ചിലുള്ളത്. പിന്നെ ഇതിൻ്റെ സൈസ് വരുന്നത് 44 mm ആണ്. അത്യാവശ്യം നല്ല വലുപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, നല്ല രീതിയിലുള്ള സൈസ് ഉണ്ട്. നമുക്കിനി ജസ്റ്റ് ഈ വാച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഓണാക്കാൻ വേണ്ടിയിട്ട് ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ വാച്ച് പെട്ടെന്ന് തന്നെ നല്ല ഫാസ്റ്റോട് കൂടിയിട്ട് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെനു ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. 3 ടൈപ്പാണ് ഇതിൻ്റെ മെനു ഉള്ളത്. ഇതൊരു റൗണ്ട് ആംഗിൾ ടൈപ്പ് ഉണ്ട്. മെനു സ്റ്റൈൽ മാറ്റാനായിട്ട് ഈ ബട്ടൺ 2 വട്ടം അമർത്തി കഴിഞ്ഞാൽ അത് ലിസ്റ്റ് ടൈപ്പ് ആവും. പിന്നെ ഒന്നുകൂടി അതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ടൈപ്പ് ആവും. ഇതാണ് ഈ വാച്ചിൻ്റെ പുതിയൊരു മോഡൽ എന്ന് പറയുന്നത്. പുതിയൊരു മെനു മോഡൽ ഇതാണ്. അടുത്തതായി നമുക്ക് ഈ വാച്ചിൽ വരുന്ന ഫേസസ് ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഓപ്ഷൻ വരും. സ്റ്റൈൽ 1, സ്റ്റൈൽ 2, 3, 4, 5. 5 ഡിഫറെൻറ്റ് ഫേസ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ വാച്ചിൽ നമ്മളെ ഫോട്ടോസ് തന്നെ നമുക്ക് വാൾപേപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഈ വാച്ചിന് നമുക്കൊരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അതിലൂടെയാണ് നമുക്ക് വാൾപേപ്പറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വാച്ചിൽ കുറേ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സൈഡിലേക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹാർട്ട് ബീറ്റ് അറിയാൻ പറ്റും. നമ്മുടെ ബി പി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ കാൽക്കുലേറ്റർ, അങ്ങനെ കുറേ സംഭവമുണ്ട്. ഇതൊക്കെ എത്രത്തോളം വർക്കിംഗ് ആണെന്നുള്ള അറിയാൻ പറ്റില്ല. ബി പി കാര്യങ്ങളൊക്കെ എത്രത്തോളം വർക്കിംഗ് ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മളെ ഹാർട്ട് ബീറ്റും ബി പി ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിൽ അതിൻ്റെ സെൻസർ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ സ്ലീപ്പ് മോഡുണ്ട്. പിന്നെ ഫോൺ, വെതർ, ബി പി ചെക്കപ്പ്, പിന്നെ സ്റ്റോപ്പ് വാച്ച്, കാൽക്കുലേറ്റർ, മ്യൂസിക്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. പിന്നെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോളും നമുക്ക് മെസ്സേജൊക്കെ ഇതിൽ കൂടെ തന്നെ നമുക്ക് റീഡ് ചെയ്യാനും കോൾ അറ്റൻഡ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമുക്ക് മ്യൂസിക്കൊക്കെ കേൾക്കാൻ പറ്റും. അതിൻ്റെ സ്പീക്കറാണ് ഈ 2 സൈഡിൽ കാണുന്നത്. പിന്നെ ഇതിൻ്റെ സ്ട്രാപ്സ് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാച്ചിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ ഈ വാച്ച് ആർക്കെങ്കിലും വാങ്ങാൻ ആഗ്രഹമുള്ളവർ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. കാണുന്നവരെ ബൈ.